ഗൈസ് നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? ഇതിന്റെ പേരെനിക്കറിയത്തില്ല. ഇത് പേരെന്തോ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരോട് ചോദിച്ചിട്ട് ചേട്ടൻ പേര് കണ്ടുപിടിച്ചിരിക്കുന്നു. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? ഭൂതക്കണവ. അപ്പോൾ ഇതിൻ്റെ പേര് ഭൂതക്കണവ. ഭീമൻ കണവ എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ഭൂതക്കണവ. അതിൻ്റെ മഷി വീഴുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. എടുത്താ മഷി നമ്മുടെ വീടിനടുത്തുള്ള വയലിൽ വെച്ചിട്ടാണ് കേട്ടോ വൃത്തിയാക്കുന്നത്. അപ്പം ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല, വൃത്തിയാക്കിയിട്ടുമില്ല, കറി വെച്ചിട്ടുമില്ല. പുതിയൊരനുഭവം. എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല. ഇതെങ്ങനെ വൃത്തിയാക്കണമെന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇത് തന്ന ആൾ പറഞ്ഞത് ഇതിനങ്ങനെ വേസ്റ്റൊന്നും ഇല്ല, അതായത് വൃത്തിയാക്കണ്ട എന്നല്ല, അധികം വേസ്റ്റൊന്നും കളയാൻ കാണത്തില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ഇൻ ടു സ്മോൾ പീസസ്, ഉർവശി മാം പറഞ്ഞ പോലെ. പിന്നെ ഇതിൻ്റെ സ്കിന്നെടുത്ത് കളയണം. എല്ലാവരും അങ്ങനെ കളയുമെന്നൊന്നും എനിക്കറിയില്ല. ഞാനേതായാലും നുള്ളിപ്പെറുക്കിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇത് നാക്കെന്നാണ് പറഞ്ഞത് കേട്ടോ. കണവയുടെ നാക്കെന്ന്. നാക്ക് പോലെ ഇരിക്കുന്നതുകൊണ്ടാണോ ഇനി ഇത് ശരിക്കും കണവയുടെ നാക്കാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ ആ പരുപരുത്ത പ്രതലമില്ലേ, അത് മറ്റേ കത്തിയൊക്കെ മൂർച്ച കൂട്ടാൻ ഉപയോഗിക്കും അത്രേ എന്നാണ് അറിവ്. അറിയില്ല. അയ്യോ, കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചേ എളുപ്പം ക്ലീൻ ചെയ്യാമെന്ന്. ഇങ്ങനെ പണി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ ഓസിട്ട് കഴുകേണ്ടി വന്നു അവസാനം കണവ. അങ്ങനെ കഴുകി പെറുക്കിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തു. പിന്നെ കണവ വേവിക്കാൻ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ എണ്ണ ഒഴിക്കുന്നു, കടുകിടുന്നു, കടുക് പൊട്ടുന്നു, ഉള്ളി ഇടുന്നു, ഉള്ളി വഴട്ടുന്നു, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നു, പിന്നെ പൊടികളൊക്കെ ചേർക്കുന്നു. ആസ് യൂഷ്വൽ എല്ലാം നമ്മൾ ചിക്കനൊക്കെ വയ്ക്കുന്ന പോലെ. പിന്നെ കണവയിൽ അധികം എന്നല്ല, കണവയിൽ ഞാൻ ഒട്ടും വെള്ളം വെച്ചില്ല. നല്ലോണം പിഴിഞ്ഞിട്ടാണ് കണവ കുക്കറിലോട്ട് വെച്ചത് കേട്ടോ, വെള്ളം കൂടി പോവാതിരിക്കാൻ. കാര്യം കണവ വേകുമ്പോൾ തന്നെ വെള്ളം നല്ലോണം വരുമല്ലോ. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പൊളിച്ചെടുക്കാനുള്ള മടി കൊണ്ട് ചെറിയ ഉള്ളി എടുത്തില്ല. കാര്യം മീൻ കൊണ്ടുവന്നപ്പോൾ തന്നെ വൈകുന്നേരം 4:30 പിന്നെ ഇത് കറിയൊക്കെ വെച്ചിട്ട് വേണം എനിക്ക് തൂത്തുവാരും വിളക്ക് തേപ്പ്, കുളി, വിളക്ക് കത്തിരൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ ചെറിയ ഉള്ളിയൊന്നും മെനക്കെട്ടിരുന്ന് പൊളിച്ചെടുത്തൊന്നുമില്ല. അങ്ങനെ പൊടികളൊക്കെ ഇട്ടു. പൊടികളൊക്കെ മൂത്ത് വന്നപ്പോൾ കണവയും കൂടി വാരിയിട്ട് കൊടുത്തു. കറുകറാന്നിരുന്ന കണവ ഇപ്പം അതാ വെളുവളാന്നാക്കി എടുത്തിട്ടുണ്ട്. ഒത്തിരി പാടുപെട്ടു ഈ കളറിലോട്ട് എത്തിക്കാൻ. അങ്ങനെ അധികം ഗ്രേവി ആയിട്ടൊന്നും വെക്കുന്നില്ല. അധികം ഗ്രേവി ഇല്ലെന്ന് പറഞ്ഞാൽ ശകലം ഗ്രേവി ഇല്ലെങ്കിൽ ഇവിടെ ചേട്ടന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തീരെ അങ്ങ് വറ്റിച്ചെടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഏതായാലും കണവ വേഗം വെച്ചിട്ടുണ്ട്. കണ്ടോ, കണവ ഇങ്ങനെയൊക്കെ ഇരിപ്പുണ്ട്. ഇതിനിടയ്ക്ക് അച്യുതൻ കുട്ടിയാണ് വന്ന് ഇത് തുറന്ന് നോക്കിയത്. ഞാൻ വഴക്കും പറഞ്ഞു കുക്കർ തുറന്നതിനൊറ്റയ്ക്കൊന്ന്. ഇനിയും നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. വറ്റിച്ച് റോസ്റ്റ് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ കണവേ ഒന്ന് വറ്റിച്ച് റോസ്റ്റാക്കി എടുക്കാം. അധികം ചാറായ കൊള്ളത്തില്ലല്ലോ. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് എടുക്കാമായിരുന്നു. എനിക്ക് വയ്യന് തേങ്ങാക്കൊത്തൊന്നും അരിഞ്ഞെടുക്കാനുള്ള ഒരു സമയം സാഹചര്യം എനിക്ക് അപ്പോഴില്ലായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് വയ്യ. അപ്പോൾ ഇതിനി വറ്റിച്ചെടുക്കാം. ഇത് കണവ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത്രയും വറ്റിയാൽ മതി, ഇനി വറ്റിക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ട് വാങ്ങാം. ഇത്രയും ചാറുണ്ട് കേട്ടോ, ഇത്രയും ചാറുണ്ട്. കറിവേപ്പില നീ ഇട. എന്നോട് ചോദിക്കുക കറിവേപ്പില ഞാൻ ഇട്ടാൽ മതിയോ? ഞാനിട് ഞാനിട്ടു കറിവേപ്പില. അപ്പോൾ അതാ കണവ റോസ്റ്റ് റെഡി. നമുക്കിനി ചോറുണ്ണാം. ചോറ് ചൂടാറാതിരിക്കാൻ ഞാൻ ഇതിൽ തന്നെ ഇറക്കി വെക്കുവേ. ചോറ് മതിയോടാ, ഒരു വഹ കഴിക്കാതെ. കണവ, ബീട്രൂട്ട് തോരൻ, ചേമ്പ് മെഴുക്കുരട്ടി,
മോരുകറി വേണോ രസം വേണോ? മോരുകറി മതിയോ? അപ്പം മോരുകറി. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്കെല്ലാം താങ്ക്സ് ഫോർ വാച്ചിങ്.